ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തെ ആധാരമാക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാഷൻ നറേറ്റീവ്സിലോട്ട് നമ്മൾ പോകുന്നില്ല. കർത്താവിൻ്റെ ടീച്ചിങ്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി സീരീസിൽ ഉൾപ്പെടുത്തുന്നത്. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ സുവിശേഷം എങ്ങനെയാണ് ലേഖനങ്ങളുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്, അതെങ്ങനെയാണ് നമുക്ക് ഒരു ജീവൻ്റെ വ്യാഖ്യാനമായിട്ട് അല്ലെങ്കിൽ പ്രായോഗിക വ്യാഖ്യാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മത്തായിയുടെ സുവിശേഷം ഒരു മാതൃകയായിട്ട് എടുത്തിട്ട് അതിനുള്ള പ്രധാനപ്പെട്ട ടീച്ചിങ്സ് ഇവിടെ കടന്നു പോകാൻ ആഗ്രഹിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അന്ത്യകാലത്ത് കർത്താവ് വരുമ്പോൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതിലേക്ക് എത്തിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ പഠനം അവസാനിച്ചത്. അത് വലിയ വലിയ പ്രശ്നങ്ങൾ അന്ത്യകാലത്ത് വന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസം ത്യജിക്കപ്പെടുന്നു. അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ചുറ്റും അനേകർ വിശ്വാസം തണുത്തു പോകുന്നൊരു കാലഘട്ടം വന്നിരിക്കുകയാണ്. 2 തെസ്സലോനിക്കർ വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. വിശ്വാസത്യാഗം എന്ന് പറയുന്നത് ലോകത്തിൽ വൻതോതിൽ അതിൻ്റെ ഒരു ആരംഭം നമുക്ക് കാണാം. അത് ശരിക്കും എപ്പോൾ സംഭവിക്കുന്നുള്ള കാര്യം നമുക്കറിയില്ലെങ്കിലും ഇന്ന് ആധുനിക സമൂഹം ശാസ്ത്രം വളർന്ന് എൻജോയ്മെൻറ്റുകൾ വളർന്നിട്ട് ദൈവം എന്ന് പറയുന്ന ആ ഒരു ആശയം അംഗീകരിക്കാത്ത ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നു. നിരീശ്വരവാദം കൂടി വരുന്നു. ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളായി മാറിയിട്ടുള്ളത്. ലോകം നമ്മൾ പരിശോധിച്ചാൽ വെസ്റ്റേൺ സിവിലൈസേഷൻ ക്രിസ്ത്യൻ സിവിലൈസേഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ചൊരു സെക്യുലർ സിവിലൈസേഷനായിട്ട് മാറി. സെക്യുലറിസം എന്ന് പറയുന്നതും സാധാരണ മതങ്ങളിലൂടെ ഈവൻ ഇപ്പോഴുള്ള ക്രിസ്തു മതത്തിലൂടെ പോലും മനുഷ്യൻ ശ്രമിക്കുന്നത്, സെക്യുലറിസത്തിലൂടെയും മതങ്ങളിലൂടെ എല്ലാം മനുഷ്യൻ ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ വെൽബീയിങ് ആണ്. ദീസ് ആർ ഓൾ ഹ്യൂമൻ സെൻട്രിക് സിസ്റ്റംസ്. മനുഷ്യ കേന്ദ്രീകൃതമായ സിസ്റ്റംസാണ്, ദൈവ കേന്ദ്രീകൃതമായതല്ല. അപ്പോൾ അന്ത്യകാലത്ത് മനുഷ്യൻ രാജാവുകയും മനുഷ്യൻ്റെ കാര്യങ്ങൾ ഏറ്റവും വലിയ കൺസേൺ ആവുകയും അത് മനുഷ്യൻ്റെ നീതിയുടെ നിലവാരം, മനുഷ്യൻ്റെ വിശുദ്ധീകരണം, മനുഷ്യൻ്റെ നിലവാരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ദൈവത്തെ അവഗണിച്ചുകൊണ്ട് പോകുന്ന അതിനെയാണ് നമ്മൾ വിശ്വാസത്യാഗം എന്ന് പറയുന്നത്. വൻതോതിൽ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സമയത്ത് തന്നെ അനേകം ദുഷ്ടമതങ്ങൾ, അതായത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ എടുത്തു കളയുന്ന മതങ്ങളും വളരെയധികം ഉണ്ടായി വന്നുകൊണ്ടിരിക്കും. മതം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് പഴയകാല മതങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, കൾട്ടുകളാണ്. അതായത് ഓരോ വ്യക്തികളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന കൾട്ടുകൾ അനേകം ഈ അന്ത്യകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അവരിൽ പലരും ക്രിസ്തു എന്ന് അവകാശപ്പെടും, അല്ലെങ്കിൽ ക്രിസ്തുവിന് തുല്യത അവകാശപ്പെടും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കൾട്ട് നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ അവർ മിക്കവാറും മെയിൻ സ്ട്രീം ചർച്ചകളിൽ നിന്ന് പോകുന്നവരായിരിക്കും. മെയിൻ സ്ട്രീം ചർച്ചകളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക വെളിപ്പാട് കിട്ടുന്നു. അവർ മെയിൻ സ്ട്രീം ചർച്ചയിൽ നിന്ന് വെളിയിലേക്ക് ചാടുന്നു. അവരവരുടെ ഒരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്നു. ഇതാണ് കൾട്ടുകൾ. ഇങ്ങനെയാണ് മിക്കവാറൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കൾട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ മെയിൻ ലൈൻ ചർച്ചയിൽ നിന്ന് അവർ വെളിയിലോട്ട് ചാടിക്കഴിയുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ പിടിച്ച് അവർ വെളിയിലോട്ട് ചാടും. പക്ഷേ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ഇക്വാലിറ്റിയെ, ആ ഒരു കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഡോക്ടറിനെ തകർത്തുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. പല കൾട്ടുകൾ, എല്ലാ കൾട്ടുകളും അല്ല, ഒരു വലിയ പങ്ക് കൾട്ടുകൾ അങ്ങനെയാണ്. അവരാദ്യം അറ്റാക്ക് ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ്. യേശുക്രിസ്തുവിന് പിതാവുമായിട്ടുള്ള തുല്യത അവർ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള കാരണം ആ ഒരു കൾട്ടിൽ ഹൈലി വെനറേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ ഉണ്ടായിരിക്കും. ആ ലീഡറിനെ ചുറ്റിപ്പറ്റിയായിരിക്കും റെവലേഷൻ. ആ ലീഡറിൻ്റെ റെവലേഷനായിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ബാക്കി ചർച്ചകളിലൊന്നും ഇല്ലാത്ത കുറച്ച് പഠിപ്പിക്കലുകൾ ഈ ലീഡർ സ്വന്തമായി അവതരിപ്പിക്കും. ആ ലീഡറിൻ്റെ പിന്നാലെ ആളുകൾ ഗമിക്കും. മുൻപേ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കൾ എന്ന് പറയുന്ന പോലെ, ഒരു പശുവിൻ്റെ പിന്നാലെ ബാക്കിയുള്ളതെല്ലാം പോകുമെന്ന് പറയുന്ന പോലെ മുമ്പേ ഗമിച്ചിടുന്ന ഈ ഗോവിൻ്റെ പിന്നാലെ ബാക്കിയുള്ളതെല്ലാം കൂടെ പോകുന്ന ആ ഒരു പരിപാടിയാണ് ഈ കൾട്ടുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. അതിൽ യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് ഒരു ബലഹീനരായി കുറഞ്ഞ ആളായിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലീഡറിനെ മനസ്സുകൊണ്ടെങ്കിലും ആ സ്ഥാനത്തേക്ക് കൊണ്ടുചെല്ലാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ളൊരു ഇക്വാലിറ്റിയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഒത്തിരി കൾട്ടുകളിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയോ കുറച്ച് കാണിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മളും കൊച്ചു ക്രിസ്തുക്കളാണ്, നമ്മുടെ കൂടെയുള്ള ഈ സെൻറ്റർ ഫിഗർ ഓഫ് ദറ്റ് കൾട്ട് അദ്ദേഹം ക്രിസ്തുവിന് തുല്യനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. ഈ ഒരു പ്രതിഭാസമാണ് അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കൾ എന്ന വാക്കുകൊണ്ട് ഞാൻ ഇപ്പോൾ ബൈബിളിലെ വ്യാഖ്യാനമല്ല ഞാൻ പറയുന്നത്, നമ്മൾ ചുറ്റും കാണുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എ വീക്ക് ക്രിസ്റ്റോളജി, അതായത് വളരെ കുറഞ്ഞ ക്രിസ്തുശാസ്ത്രം, വളരെ പരിമിതമായ ക്രിസ്തു ജ്ഞാനം നമ്മുടെ ചർച്ചകളിലെല്ലാം അതിനുള്ള കളം ഒരുങ്ങിക്കിടക്കുകയാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു പ്രോപ്പർ പഠിപ്പിക്കലില്ലാത്തത്. ഹൂ ഈസ് ക്രൈസ്റ്റ്, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും എസൻസ് എന്ന് പറഞ്ഞാൽ ഹൂ ഈസ് ക്രൈസ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം ഏകസത്യദൈവമായ
പിതാവിനെ വെളിപ്പെടുത്തിയ ദൈവമായ ഏകസത്യ ദൈവമായ പുത്രനാണ് യേശുക്രിസ്തു. അവൻ്റെ തന്നെ മുദ്രയാണ്, അവൻ്റെ തന്നെ പ്രതിമയാണ്. അപ്പോൾ കർത്താവിനെ അറിയുക എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ സഭകളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ അനേകം കള്ളക്രിസ്തുക്കൾ, ഇടനിലക്കാർ, മധ്യസ്ഥന്മാർ, പ്രാർത്ഥിച്ച് കാര്യം സാധിച്ചു തരുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെ ഇതിനിടയിൽ കയറ്റിവിടാനുള്ള ഒരു പരിശ്രമമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബോധപൂർവമുള്ളൊരു സാത്താനിക തന്ത്രമായിട്ടാണ് ഞാൻ ഈ ക്രിസ്തുവില്ലായ്മ, ഇന്നത്തെ സഭകളുടെ ക്രിസ്തുവില്ലായ്മയെ കാണുന്നത്. ദേ ആർ ക്രിയേറ്റിംഗ് ആൻ എംപ്റ്റി സ്പേസ്. അതായത് ഒരു സഭയിൽ യേശുക്രിസ്തു ഉയർത്തപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ സഭയിൽ അവരൊരു എംപ്റ്റി സ്പേസ് ഉണ്ടാക്കുകയാണ്. ക്രിസ്തുവിനിരിക്കേണ്ട ചെയർ അവർ കാലിയിടുകയാണ്. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യൻ, ആത്മീകനെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നൊരു മനുഷ്യൻ, പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യുന്നൊരു മനുഷ്യൻ ക്രിസ്തു ഇരിക്കുന്ന സ്ഥാനത്ത് കയ്യിലിരിക്കും എന്നുള്ളതാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ നമ്മൾ യെരുശലേം ദേവാലയത്തിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടാകുമല്ലോ. എന്നാൽ നമുക്ക് നമ്മുടെ അനുദിന ജീവിത സഭാ സാഹചര്യങ്ങളിലും യേശുക്രിസ്തു ഇരിക്കേണ്ട സ്ഥാനത്ത്, അതായത് ഒരു സഭയുടെ തല ആയ ക്രിസ്തു ഇരിക്കേണ്ട സ്ഥാനത്ത് ഇന്ന് പല സഭകളുടെയും തല ക്രിസ്തു അല്ല. പറയുമ്പോൾ ക്രിസ്തു ആണെങ്കിലും എല്ലാ പ്രായോഗിക ജീവിത രീതിയിലും ക്രിസ്തു അല്ല, ഒരു മനുഷ്യനാണ് ആ സഭയുടെ തലയായിട്ട് വരുന്നത്. ഒരു മനുഷ്യൻ തലയായ സഭകളെല്ലാം ആ മനുഷ്യൻ നിൽക്കുന്ന പൊസിഷൻ ശൂന്യമാക്കുന്നതാണ്. അല്ല, ആ അതിവിശുദ്ധ സ്ഥലമാണ്. ആ അതിവിശുദ്ധ സ്ഥലത്ത് ശൂന്യമാക്കുന്നൊരു പ്രസൻസ് ഉണ്ടാക്കുകയാണ്. ഇന്ന് മധ്യസ്ഥന്മാരിലൂടെ പ്രാർത്ഥന സഹായം അപേക്ഷിക്കുന്നവർ, അന്ന് പണ്ടൊക്കെ ഞങ്ങൾ വിശ്വാസി വരുന്ന സമയത്ത് ഓർത്തഡോക്സിലും കത്തോലിക്കലും ഇതൊക്കെ കാണുമ്പോൾ നമ്മളതിനെ വിമർശിക്കുമായിരുന്നു. യേശുക്രിസ്തു മൂലം പിതാവിനോട് എന്നുള്ളതാണ് ബൈബിളിലെ സ്റ്റാൻഡേർഡ്. നമുക്കിതിനിടയിൽ മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ലെന്ന് നമ്മൾ പറയുമായിരുന്നു. എന്നാൽ ഇന്ന് വിശ്വാസഗോളത്തിൽ അനേകം പ്രാർത്ഥനാ മധ്യസ്ഥന്മാരുണ്ട്. ഈ പ്രാർത്ഥനാ മധ്യസ്ഥന്മാർ പ്രാർത്ഥിക്കുന്നതിന് ഭയങ്കര വിലയാണ്, ഡിമാൻഡാണ്. അത് ഭയങ്കര കോസ്റ്റ്ലിയുമാണ് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക എന്ന് പറഞ്ഞവർ. ഒരു മധ്യസ്ഥനെ കാത്തലിക് ചർച്ചിലൊക്കെ പോയി കാണണം. അവരുടെ ഒരു കപ്പേളയോ അല്ലെങ്കിൽ ഒരു ചർച്ചോ കാണും, അല്ലെങ്കിൽ ഒരു ഗോപുരം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ പണിത് വെച്ചിട്ടുണ്ടാകും. അവിടെ ചെല്ലണം, അല്ലെങ്കിൽ ശവകുടീരെങ്കിലും കാണും. അവിടെ നമ്മൾ പോകണം. അവിടെ എന്ത് ഇടുന്നു എന്ന് ഈ മരിച്ചു പോയ മധ്യസ്ഥൻ അറിയുന്നില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, എന്തെങ്കിലും ഇട്ടാൽ മതി. ഈ പ്രാർത്ഥനാ തൊഴിലാളികളായ മധ്യസ്ഥന്മാർ നമ്മുടെ വീടുകളിലേക്ക് വരും. അവർ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്ന് തെറ്റായി അവതരിപ്പിക്കുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ഒരു മധ്യസ്ഥനായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇവരാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണിക്കുന്നത്. ആരെങ്കിലും ഒരു പ്രത്യേക പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ പ്രത്യേകമായ ഗുണമുണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ പല ആൾക്കാരും ഇതിനെ വളച്ചൊടിച്ചിട്ട് ചേസ് ബ്രദർ പറഞ്ഞു അത് ഒരാൾ വേറെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവനവൻ തന്നെ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട്. പക്ഷെ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് വേറൊരാളുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ച് സുപ്രീമസി ഇല്ല. അത് ബൈബിളിൽ ഇല്ലാത്തതിൻ്റെ കാരണം യേശുക്രിസ്തു മാത്രമാണ് പിതാവിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥൻ. ആര് പ്രാർത്ഥിച്ചാലും ക്രിസ്തുവിൻ്റെ അടുത്തേക്കാണ് പ്രാർത്ഥന ചെല്ലുന്നത്. പ്രോസസ്സിങ് നടക്കുന്ന അവിടെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് മാറ്റിത്തരാമെന്ന് പറയുന്നവരെ സൂക്ഷിക്കുക. സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിന് തീർച്ചയായിട്ടും അതിൻ്റെ ബലമുണ്ട്. 2-3 പേർ ഒരു വിഷയത്തിൽ ഈ ലോകത്തിൽ എവിടെ ഐകമത്യപ്പെട്ടാലും അവിടെ കർത്താവിൻ്റെ പ്രസൻസ് ഉണ്ട്. ആ യൂണിറ്റിക്ക് തീർച്ചയായിട്ടും വിലയുണ്ട്. നമ്മൾ 5-6 പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് തീർച്ചയായിട്ടും ഗുണമുണ്ട്. പക്ഷേ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേക ഗുണമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഒരു മധ്യസ്ഥനായിട്ടാണ് കാണുന്നത്, ദൈവത്തിനും നിങ്ങൾക്കുമിടയിൽ. ഇതൊരു എതിർക്രിസ്തുവാണ്. അങ്ങനെ അനേകം എതിർക്രിസ്തുക്കളാണ് ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്നത്. അവരാണ് മധ്യസ്ഥന്മാർ, ഇടനിലക്കാർ. എല്ലാ മതങ്ങളിലും ഇടനിലക്കാർ വേണം. ഈ ഇടനിലക്കാർ വെച്ച് അവരാണ് ഈ പണം ഉണ്ടാക്കുന്നത്. അവർ ഭയങ്കര റിച്ചായിട്ട് മാറും അവർ സക്സസ്ഫുൾ ആണെങ്കിൽ. അന്തോണീസ് പുണ്യാളൻ, കത്തോലിക് ചർച്ചിൽ അന്തോണീസ് പുണ്യാളനും സെബാസ്ത്യാനോസ് പുണ്യാളനൊക്കെ ഭയങ്കര റിച്ചാണ് അവരുടെ ചർച്ചുകൾ റിച്ചാവാനുള്ള കാരണം ഇവർക്ക് എന്തെങ്കിലും കിട്ടുന്നല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അവർ മരിച്ചു പോയല്ലോ. അവിടെ അത് ചർച്ചിൻ്റെ അസറ്റായിട്ട് മാറുകയാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്ന പാസ്റ്റേഴ്സ് പ്രാർത്ഥനാ വീരന്മാരായും നിങ്ങൾക്കും ദൈവത്തിനും ഇടയിലുള്ള മധ്യസ്ഥന്മാരെന്നും ചമഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്ത് മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. അതായത് ഇതൊരു മധ്യസ്ഥൻ പരിപാടി തന്നെയാണ്. അത് രണ്ടും അൺബിബിളിക്കൽ. അക്കബക്കാർ ചെയ്താലും കത്തോലിക്കർ ചെയ്താലും പെന്തക്കോസ്തുകാർ ചെയ്താലും അത് മരിച്ചവരായാലും ജീവിച്ചിരിക്കുന്നവരായാലും ഒരു മനുഷ്യന്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മനുഷ്യന് ദൈവത്തിൻ്റെ അടുത്ത് കൂടുതൽ ആക്സസ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും ഒരു മെറിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ക്രിസ്തുവിനെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം യേശു ക്രിസ്തുവിനല്ലാതെ ആർക്കും സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്ത് യാതൊരു മെറിറ്റുമില്ല. നമ്മളെല്ലാം പാപികളും കരുണ ലഭിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ അന്ത്യകാലത്തുള്ള ഏറ്റവും വലിയ വഞ്ചനകളിലൊന്ന് ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിന് ആദ്യകാലത്ത് നല്ലപോലെ നടന്നൊരു കാര്യമാണ്. നമുക്കറിയാം, എല്ലായിടത്തും അങ്ങനെയായിരുന്നു. ഇവൻ പെന്തക്കോസ്ത് തുടങ്ങിയപ്പോഴും ഇവൻ കാത്തലിക് ചർച്ചിൽ പോലും ആദ്യം വരുമ്പോൾ അനേകം ആളുകളെ മാനസാന്തരത്തിലൂടെ രക്ഷയിലോട്ട് നയിച്ചിരുന്നു. പക്ഷേ കരിസ്മാറ്റിക്
എക്സ്പീരിയൻസിന് ഒരു കാലഘട്ടം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കാറ്റങ്ങ് അടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉദയം ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും, അത് കാത്തലിക് ചർച്ചിലായാലും ശരിയാണ്, പെന്തക്കോസ്റ്റിലായാലും ശരിയാണ്, എവിടെയായാലും ശരിയാണ്, ആ കാറ്റങ്ങ് അടങ്ങുമ്പോൾ, ആ റിവൈവലിൻ്റെ കാറ്റ് അടങ്ങിക്കഴിയുമ്പോഴേക്കും ഇങ്ങനെയുള്ള എതിർ ക്രിസ്തുക്കൾ ഇതിനകത്ത് പ്രത്യക്ഷപ്പെടുകയും അവർ നിങ്ങൾക്കും ദൈവത്തിനും ഇടയിലുള്ള മധ്യസ്ഥന്മാരായി ചമയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് പെന്തക്കോസ്റ്റിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്ന്. ഇങ്ങനെ ഇടയിൽ നിന്ന് മുതലാളിമാരാകുന്ന ഇടനിലക്കാരാണ്. അത് എവിടെയായാലും ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആയാലും ഇടനിലക്കാർ, ബ്രോക്കേഴ്സ്, അവരുണ്ടാക്കുന്ന പൈസ ഭയങ്കരമാണ്. ഇപ്പോൾ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് എ റിച്ച് പാസ്റ്റർ ഹു ഈസ് സപ്പോസ് ടു പ്രേ ഓൺ ബിഹാഫ് ഓഫ് യു വിത്ത് ബെറ്റർ yield ആൻഡ് ബെനിഫിറ്റ്സ്, നിങ്ങൾ ഓർത്തോളൂ, യു ആർ ഫോളോയിങ് എ ഫോൾസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയ്ക്ക് എതിരെയുള്ള ഒരു കാര്യമാണത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള വഞ്ചനകളെക്കുറിച്ച് നമ്മൾ അന്ത്യകാലത്ത് അറിവുള്ളവരായിരിക്കണം. ഇവരെല്ലാം കൂടെ അവസാനം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചർച്ചുകളിൽ, പ്രാർത്ഥനകളിൽ, ആരാധനകളിലൊന്നും യേശു ക്രിസ്തു ഇല്ലാത്ത ഒരു സ്റ്റേജ് വന്നിട്ടുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്യാത്തൊരു സ്റ്റേജുണ്ട്. അത് ഏറ്റവും ക്രിസ്തുവിനെക്കുറിച്ചൊരു വാക്കുപോലും പറയാതെ നമുക്ക് ഞായറാഴ്ച വർഷിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനൊരു വാക്കുപോലും നമുക്ക് ഞായറാഴ്ച 3 മണിക്കൂർ ചർച്ചിൽ നിന്ന് പറയേണ്ട കാര്യമേ ഇല്ല. 2 പാട്ടുകൾ പാടുമ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായിരിക്കണമെന്നില്ല. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് മതി. ക്രിസ്തുവിൻ്റെ സ്പെസിഫിക് സാക്രിഫൈസിനെ കുറിച്ചുള്ളതായിരിക്കണം നിർബന്ധമില്ല. അതായത് യാഹ് നിൻ്റെ ഇടയെന്നോ, യാഹ് നല്ല ഇടയെന്നോ, അല്ലെങ്കിൽ ഹാ മനോഹരമെന്നോ എന്തെങ്കിലും 2 പാട്ട് പാടിയാൽ മതി. ഇഫ് ദർ ഇസ് നോ ക്രൈസ്റ്റ് റെഫറൻസ് ദെയർ, നോ പ്രോബ്ലം. 2 പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ദാവീദിനെ സംബന്ധിക്കുന്ന ഒരു സങ്കീർത്തനം വായിക്കുന്നു, സാക്ഷ്യങ്ങൾ പറയുന്നു. ഇതിനകത്തൊന്നും ക്രിസ്തു വരുന്നേയില്ല. അവസാനം ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നിട്ട് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നോ എവിടെന്നെങ്കിലും പ്രസംഗിക്കുന്നു, തിരിച്ചു പോകുന്നു. ക്രിസ്തു എന്നൊരു വാക്ക് ഞായറാഴ്ച പറഞ്ഞില്ലെങ്കിലും നല്ല വർഷിപ്പായിരുന്നു ബ്രദറെ എന്ന് പറയാവുന്നൊരവസ്ഥയിലേക്ക് ആണ് ഇന്ന് ഈ സഭകളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ മധ്യസ്ഥന്മാർ, അവരൊന്നും ഒരിക്കലും പുതിയ നിയമത്തിൽ നിന്ന് കാര്യമായൊന്നും പഠിപ്പിക്കില്ല. കാരണം അവരുടെ ഇത് മുഴുവൻ ലോകപരമായ അഭിവൃദ്ധി നേടുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ പൂർവികരായ അപ്പോസ്തലന്മാർ ലോകപരമായ എന്ത് അഭിവൃദ്ധിയാണ് നേടിയത്? ഒന്നും നേടിയില്ല. അപ്പോൾ ദേ ഡോണ്ട് ഹാവ് എ തിയോളജി ഫ്രം ദി ന്യൂ ടെസ്റ്റ്മെൻറ്റ്. പുതിയ നിയമത്തിൽ അവർക്കൊരു വേദശാസ്ത്രം ഇല്ലാത്തത് കൊണ്ട് അവർ പഴയ നിയമത്തിലെ ആക്ഷരികമായ നിഴൽ രൂപങ്ങളെ നോക്കിക്കൊണ്ട്, അതായത് പുതിയ നിയമത്തിൽ പൊരുളായി വെളിപ്പെട്ട ക്രിസ്തുവിൻ്റെ അല്ലെ ദൈവരാജ്യത്തിൻ്റെ പഴയ നിയമത്തിലെ നിഴലുകൾ നോക്കിക്കൊണ്ടാണ് ഈ പ്രവചന ശുശ്രൂഷകളെല്ലാം നടക്കുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതാണ്ട് വിശ്വാസത്യാഗത്തിലേക്ക് തന്നെയാണ് ഈ ആധുനിക കരിസ്മാറ്റിക് ഗിഫ്റ്റ് പ്രസ്ഥാനങ്ങൾ ആളുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ ആത്മാവിൻ്റെ കാറ്റ് അടങ്ങി പോയ ക്രിസ്തുവില്ലാതെ, ക്രിസ്തു നിഷേധത്താൽ ഇന്ന് കാണാനില്ലാത്ത ഒരവസ്ഥയിലോട്ട് വരുമ്പം ഈ പ്രിറ്റൻഡേഴ്സ് ഒത്തിരി പേര് അവിടെ ഇവിടെ ഇതെല്ലാം ഞങ്ങളാണ് മധ്യസ്ഥന്മാർ, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. കാര്യം സാധിക്കുന്നുണ്ട്, അത് അവരുടെ കാര്യം മാത്രമാണ്. നിങ്ങൾ ബുദ്ധിയുള്ളവരാവുക, വിവേചനമുള്ളവരാവുക, ഈ കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതയോടെ നോക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ ഇത് അന്ത്യകാലത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന വാർണിങ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ്. അല്ലാതെ ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് വിശ്വാസത്തിനുണ്ടാകുന്ന അറ്റാക്കാണ് ഏറ്റവും വലുത്. ഒരാൾ തോക്ക് ചൂണ്ടി നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ കൊന്നു കളഞ്ഞു, ഓക്കെ, വി ആർ ഗോയിങ് ടു മീറ്റ് ജീസസ്, നമുക്കെന്താ പ്രശ്നം? പക്ഷേ അതല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രതിസന്ധി. യഥാർത്ഥ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ തെറ്റായ രീതിയിൽ നമ്മുടെ പ്രതിഫലത്തെ എടുത്തു കളയുന്ന, നമുക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ മന്ദരും ഗുണമില്ലാത്തവരും മന്ദമായ ചെവികളുള്ളവരുമാക്കി മാറ്റുന്ന ദുരുപദേശങ്ങൾ അന്ത്യകാലത്ത് വളരെയധികം പ്രൊമിനൻ്റ് ആയിരിക്കും. അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. റിമൂവ് ഓർ റീപ്ലേസ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഇന്നത്തെ പുതിയ മതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ക്രിസ്തുവിനോടുള്ള വിരോധമാണ് ലോകം അതിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 24-ാം അധ്യായത്തിൽ ഇങ്ങനെയുള്ള അനേകം മുന്നറിയിപ്പുകൾ തന്നിട്ട് കുറച്ച് ഉപമകളിലൂടെ അത് ഉറപ്പിക്കുകയും ചെയ്യുകയാണ് കർത്താവ് ചെയ്യുന്നത്. ഓക്കെ, കാലത്തെക്കുറിച്ച് കർത്താവ് അല്ലാതെ ആരും അറിയുന്നില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. കർത്താവ് വരുമ്പോൾ നമ്മൾ ഒരുക്കമുള്ളവരായി കാണാനാണ് കർത്താവിന് ഇഷ്ടമെന്ന് കണ്ടു. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ് വരാറായി, മാനസാന്തരപ്പെടുവിൻ. അത് ശരിയാണ്. നമ്മൾ കർത്താവ് വരുന്തോറും, ആ കാത്തിരിപ്പ് കൂടുന്തോറും, കർത്താവ് വരുന്തോറും നമ്മൾ കൂടുതൽ തികവിലേക്കും ഏകാഗ്രതയിലേക്കും ഭക്തിയിലേക്കും വിശുദ്ധിയിലേക്കും പോകേണ്ടത് ആവശ്യമാണ്. എന്നാൽ നമ്മൾ ഭക്തിയിലേക്കും പരിശുദ്ധിയിലേക്കും പരിജ്ഞാനത്തിലേക്കും വളരുന്നത് യേശുക്രിസ്തു വരുന്നു എന്നുള്ളൊരു ഒറ്റ ഫാക്ടറല്ല, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനാലാണ് അത് സംഭവിക്കുന്നത്. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ എൻഗേജ്ഡായി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട് അവർ കുറേ നാളുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ പെൺകുട്ടിയോട് ഒരാൾ പറയുകയാണ്, നീ ഇങ്ങനെ ഉഴപ്പിത്തിരിഞ്ഞ് അതിൽ നടന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് മണവാളൻ വന്നു കഴിഞ്ഞാൽ, നീ ഏതെങ്കിലും മോശമായ രീതിയിൽ നിന്നെ കണ്ടാൽ
എന്ത് സംഭവിക്കും? നിന്നെ തള്ളിക്കളയും. അതുകൊണ്ട് നീ മണവാളനെ ഓർത്തുകൊണ്ട് ഡീസൻ്റായിട്ട് ജീവിക്കണം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ഡീസൻ്റായിട്ട് ജീവിക്കണം എന്നുള്ള ഓപ്ഷൻ എന്തിനാണ് കൊടുത്തേക്കുന്നത്? മണവാളൻ പെട്ടെന്ന് വരുമെന്നുള്ള പേടിയാണ്. അപ്പോൾ മണവാളൻ താമസിച്ച് വരുവാണെങ്കിലോ കുഴപ്പമില്ലേ? കുഴപ്പമുണ്ട്. അതായത് മണവാളൻ വരുന്നു എന്നുള്ള ഒറ്റ ഫാക്ടർ മാത്രമല്ല നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കേണ്ടത്. മണവാളൻ നമുക്കായി മരിച്ച മണവാളനാണ് എന്നുള്ളതാണ്. ആ ബന്ധം, നിത്യതയിലേക്കുള്ള നിത്യമായ ബന്ധം ഇപ്പോഴേ സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹിസ് എക്സ്പ്രഷൻ ഇൻ ദ സ്കൈ. കർത്താവ് വാനമേഘങ്ങളിൽ അവൻ പ്രദർശിപ്പിക്കപ്പെടും, അവൻ തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ആ റെവലേഷനെ നോക്കി നമ്മൾ ഇരിക്കുന്നതിനുള്ള കാരണം. അപ്പോൾ ഇതാണ് അറിയാത്ത നാഴികയിൽ വരുമെന്നാണ്. അതാണ് ഇനി ബാക്കിയുള്ള 24 അധ്യായത്തിൽ പ്രധാനപ്പെട്ട ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കള്ളൻ വരുന്ന പോലെ അറിയാത്ത നാഴികയിൽ. ഈ കള്ളൻ വരുന്ന പോലെ അറിയാത്ത നാഴികയിൽ എന്ന് പറയുമ്പോൾ ഒരു സീക്രസി അവിടെ പരാമർശിക്കുന്നില്ല. സീക്രസിയെക്കുറിച്ച് ഈ വാക്യങ്ങളിലൊന്നും പറയുന്നില്ല. കള്ളൻ വരുന്ന പോലെ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ടൈമാണ്. കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല, ടൈമിനെ കുറിച്ച് അറിയില്ല. വി ഡോണ്ട് നോ ദ ടൈം. എപ്പോഴാണ് കള്ളൻ വരുന്നത് അറിയില്ല. അപ്പം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോ പോയിൻറ്റിലും കർത്താവ് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്ത് വർദ്ധിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കർത്താവ് ഒരു സമയം പറഞ്ഞിരുന്നു വിചാരിച്ചോ, അപ്പോൾ തന്നെ കർത്താവ് പോയപ്പോൾ തന്നെ പറയാണ് 2050 കർത്താവ് വരും എന്നൊരു വാക്ക് പറയാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ 3000 കർത്താവ് വരും എന്നൊരു വാക്ക് പറഞ്ഞെന്ന് വിചാരിച്ചു. ഒരു ഡേറ്റ് തന്നിട്ട് പോയെന്ന് വിചാരിച്ചു. ഇത്രയും നാൾ ജീവിച്ചിരുന്ന ആൾക്കാർ എങ്ങനെ ജീവിക്കുമായിരുന്നു? അവർ കർത്താവിൻ്റെ വരവ് മുന്നിൽ കാണാതെ ജീവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഒരു സസ്പെൻഡഡ് ആനിമേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. അതായത് എപ്പോൾ വരും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഏത് സമയത്തും മണവാളൻ വരാൻ ഒരുക്കമുള്ളവരായിട്ട് നമ്മൾ ഇരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ മുൻകൂട്ടി ഡേറ്റ് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻ കുറയും. ഏത് സമയത്ത് ഇന്ന് രാവിലെ ഒരു ഗസ്റ്റ് വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ വിൽ ബി റെഡി ഫ്രം ദ മോർണിംഗ്. പക്ഷേ വൈകിട്ട് 6 മണിക്ക് വരുള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാലോ താമസിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മറ്റു പരിപാടികൾക്ക് പോകാം, 6 മണിയാകുമ്പോഴേക്കും വന്നാൽ മതി. ഇപ്പോൾ കർത്താവ് അതുകൊണ്ട് ഒരു ടൈം ഒരിക്കലും പറയുകയില്ല. അടുത്തടുത്ത് വരുന്തോറും നമുക്ക് അടുത്തടുത്ത് വന്നു എന്ന് മനസ്സിലാവും. പക്ഷേ അപ്പോഴും നമുക്ക് ഡേറ്റ് ഒന്നും അറിയില്ല, വർഷം പോലും അറിയാൻ സാധ്യതയില്ല. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് കർത്താവ് എപ്പോൾ വരും? ഞാനതിന് ഒരൊറ്റ മറുപടി പറയുള്ളൂ, എനിക്കറിയത്തില്ല. ചിലപ്പോൾ 500 വർഷം കഴിയുമായിരിക്കാം, ചിലപ്പം 10 വർഷത്തിൽ വരുമായിരിക്കും, ചിലപ്പോൾ 5 വർഷത്തിൽ വരും, നമുക്കറിയില്ല. ചിലപ്പം 1000 വർഷം എടുത്തേക്കാം, ഒന്നും നമുക്കറിയില്ല. എപ്പോൾ വേണേൽ. അതാണ് ഇതിനകത്തൊരു ഗ്ലോറിയസ് അൺസർട്ടനിറ്റി ഉണ്ട്. ആ ഗ്ലോറിയസ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ വിശുദ്ധിയിൽ നിന്നുള്ളത്. ഈവൻ മരണത്തെക്കുറിച്ച് പറയുമ്പോഴും കർത്താവ് വന്നില്ലെങ്കിലും വന്നാലും നമ്മൾ മരിക്കുമല്ലോ. ദർ ഇസ് ആൻ എൻഡ് ടു ദിസ് ലൈഫ്. ആ എൻഡ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ്. ഈ അൺപ്രഡിക്റ്റബിലിറ്റി അവിടെ വെച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ വിശുദ്ധീകരണത്തിന് ഭയങ്കര അത്യാവശ്യമാണ്. സപ്പോസ് നിങ്ങൾക്കറിയാം നിങ്ങളൊരു 110ാമത്തെ വയസ്സിലെ മരിക്കുള്ളൂ നിങ്ങൾ അറിയുമെങ്കിൽ, നിങ്ങൾ മുൻകൂട്ടി അത് അറിഞ്ഞാൽ, നിങ്ങളുടെ അൺസർട്ടനിറ്റി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസത്താൽ ജീവിക്കാൻ പറ്റത്തില്ല. നാളെ എന്ത് സംഭവിക്കും ഇന്ന് നിങ്ങളുടെ മുൻകൂട്ടി പറഞ്ഞാൽ തന്നെ വിശ്വാസത്താൽ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കണ്ണടച്ച് കർത്താവിൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ല. കാരണം ചില കാര്യങ്ങൾ അപ്പോൾ ഭാവി എന്നുള്ളതും കാലമെന്നുള്ളതും നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരാതിരിക്കുന്നതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. അത് നമ്മുടെ വിശുദ്ധീകരണത്തെ കാലം മുൻപോട്ട് നോക്കാനുള്ള കഴിവ് നമുക്കുണ്ടായാൽ അത് നമ്മുടെ വിശുദ്ധീകരണത്തെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രസൻറ്റിൽ മാത്രം നമ്മൾ ജീവിക്കണം. അത് ഫെയ്ത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2025 എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഐ ഡോണ്ട് നീഡ് ടു നോ ഇറ്റ്. എനിക്കത് അറിയേണ്ട ഒരു കാര്യവുമില്ല. 2025 എന്ത് സംഭവിക്കും അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും നാളെയും എൻ്റെ കൈ പിടിച്ചിരിക്കുന്നൊരു ദൈവം ഇന്നും നാളെ ഒക്കെ എന്നെ നടത്തുന്ന ദൈവം 2025 വർഷം എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിക്കോളൂ. സോ വി ഡോണ്ട് ഹാവ് ടു ബി ഓവർ ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. നമ്മുടെ പിള്ളേരെക്കുറിച്ചായാലും ആരെക്കുറിച്ചായാലും ഒരു ആങ്സൈറ്റിയുടെ ആവശ്യമില്ല. കാരണം അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫറ്റ്സിൻ്റെ അടുത്തേക്ക് ആൾക്കാർ പോകുന്നത് തന്നെ ആങ്സൈറ്റിയാണ്. ഫെയ്ത്ത് ഇല്ലാത്തതുകൊണ്ടാണ്, കർത്താവിനെ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നാളെ ഇന്ന് സംഭവിക്കുന്നുള്ളൊരു ഉത്കണ്ഠ ആളുകൾക്കുണ്ടാകുന്ന, ഒരു വിടുതൽ വരുമോ എന്നുള്ളൊരു ഉത്കണ്ഠ ഉണ്ടാകുന്നത്. വി നീഡ് ടു ലിവ് ഇൻ ദ പ്രസൻറ്റ്. ആ പ്രസൻറ്റിൽ ജീവിക്കാൻ, ആ ഒരു മോമെൻറ്റിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അതായത് അനുദിന എക്സ്പെക്റ്റേഷൻ. ഓരോ ദിവസവും കർത്താവ് ഇന്ന് വരും, ഇപ്പോൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതൊരു പക്ഷേ നമ്മുടെ മരണമായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ കർത്താവിനെ അടുത്ത സെക്കൻഡിൽ മീറ്റ് ചെയ്യുമായിരിക്കാം. അതിനുള്ളൊരു പ്രിപ്പറേഷൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. 24-ാം അധ്യായത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. ഇത് അന്ത്യകാലത്തെക്കുറിച്ച് മാത്രമുള്ള ഒരധ്യായമാണ്. ഓക്കെ,
ഈ 25 വരുമ്പോഴും ഈ പ്രിപ്പറേഷനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അത് ചില റെലവൻ്റായ ടോപ്പിക്സ് മാത്രം ഇന്നും നാളെയുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, 25 അധ്യായത്തിൽ ഉള്ള പ്രിപ്പറേഷൻ പാസേജസ്, അതിനുശേഷം 26 കർത്തൃമേശയെ സംബന്ധിക്കുന്ന, അതായത് യേശു കർത്താവിൻ്റെ അന്ത്യ പെസഹയെക്കുറിച്ചുള്ള ടീച്ചിങ്സും കൂടെ കഴിഞ്ഞ ശേഷം ഈ ഒരു സെഷൻ അവസാനിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 25 അധ്യായത്തിൽ നമ്മൾ കാണുന്ന ചില ഉപമകളുണ്ട്. അത് നമ്മുടെ പ്രിപ്പറേഷനെ സംബന്ധിക്കുന്ന ഉപമകളാണ്. ഈ പ്രിപ്പറേഷനെ സംബന്ധിക്കുന്ന ഉപമകൾ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. എങ്ങനെ നമ്മൾ കാണപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 25 അധ്യായത്തിലേക്ക് കാത്തിരിപ്പ്, ഈ കാത്തിരിപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിയ സഹോദരങ്ങളെ, ഉപമകൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏത് വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ പാഠപുസ്തകങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ. അതുപോലെ മറ്റോരോ കാവ്യങ്ങൾ, മഹാകാവ്യങ്ങൾ, ഇതൊക്കെയുണ്ട്. അതുപോലെ തന്നെ ഗദ്യങ്ങളുണ്ട്. പിന്നെ അത്യന്താധുനിക സാഹിത്യം ഉണ്ടാവും. നമ്മളന്നത്ര നമ്മുടെ കാലത്തൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ലിറ്റററി ഫോംസ് ഉണ്ട്. ചിലത് പാട്ടുകളായിരിക്കും, ചിലത് അലങ്കാര പ്രയോഗങ്ങളായിരിക്കും. അപ്പോൾ ഓരോ ലിറ്റററി ജനർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള ലിറ്ററേച്ചറാണ്? ഇതൊരു പാട്ടാണോ, ഇതൊരു ഉപമയാണോ, ഇതൊരു കഥയാണോ, ഇത് റിയലി നടന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു നറേഷൻ, ഹിസ്റ്റോറിക്കൽ നറേഷനാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാലേ ഓരോ വാക്യത്തെയും വ്യാഖ്യാനിക്കാൻ എളുപ്പമാവുകയുള്ളൂ. നമുക്ക് ഈ സദൃശം എന്ന വാക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതൊരു ഉപമയായിട്ട് എടുക്കാം. ഉപമാനം എന്ന് പറയുന്നത് ഒരു സദൃശത്തെ കാണിക്കുന്നതാണ്. ഓക്കെ, ഒന്നിനെ കണ്ടിട്ട് അത് മറ്റൊന്നിനോട് അതിനെ സദൃശപ്പെടുത്തുന്നതാണ് നമ്മൾ ഉപമ എന്ന് പറയുന്നത്. ഈ ഉപമ ആണ് 25 ആദ്യം നമ്മൾ കാണുന്ന സ്വർഗ്ഗരാജ്യം മണവാളിനെതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശമാകും. അപ്പോൾ ഈ 10 കന്യകമാർ എന്ന് പറയുമ്പോൾ ഒരു 10 കന്യകമാരും മണവാളിനെ കല്യാണം കഴിക്കാൻ പോവല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മണവാളൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരല്ല 10 കന്യകമാർ എന്നുള്ളതാണ്. അതിലെ 10 കന്യകമാർ ഏതായാലും അയാൾ കല്യാണം കഴിക്കാതില്ല, ഒരു മണവാട്ടിയെ കാണുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമല്ല. ആ മണവാളൻ യേശുക്രിസ്തു ആണ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമേ ഇല്ല. ആ കന്യകമാർ മണവാട്ടി സഭയുമല്ല. ഇത് ഒരു ഉപമയാണ്. ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം, അന്നത്തെ യഹൂദ മത അനുസാരമായി നടക്കുന്ന ഒരു വിവാഹത്തിൻ്റെ സാധാരണ കാഴ്ചയിൽ നിന്നും ക്രിസ്തുവിൻ്റെ വരവിന്, യഥാർത്ഥ മണവാളനായ യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ട് എങ്ങനെ ഒരുങ്ങണം എന്നുള്ളൊരൊറ്റ പാഠം മാത്രമാണ് കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഏത് ഉപമ എടുത്താലും അവിടെ ഒരൊറ്റ പാഠം മാത്രമായിരിക്കും കർത്താവ് സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് സമരിയാക്കാരൻ്റെ ഉപമ നമ്മൾ എടുക്കുമ്പോൾ, നല്ല സമരിയാക്കാരൻ്റെ ഉപമ എടുക്കുമ്പോൾ പല ആൾക്കാരും അതിന് അനേകം പാഠങ്ങൾ കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് അനേകം പാഠങ്ങൾ? ചിലരിങ്ങനെ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോവുകയായിരുന്നു. യെരുശലേം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നഗരവും യെരിഹോ എന്ന് പറയുന്നത് കൊള്ളക്കാരുടെ നഗരവുമാണ്. അപ്പോൾ അയാൾ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റി പോവുകയായിരുന്നു. ഇതാണ് ദുർവ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ വഴിയരികെ നിന്ന് കൊള്ളക്കാർ വന്നു, സാത്താൻ വന്നവനെ ആക്രമിച്ചു. സാത്താൻ്റെ കാര്യമൊന്നും അവിടെ പറയുന്നില്ല, അത് ദുർവ്യാഖ്യാനമാണ്. പിന്നെ 2 പേര് വന്നു, അത് പഴയ മതത്തിൻ്റെ ആളുകൾ വന്നു, രക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ കർത്താവ് വന്നു. അപ്പോൾ നല്ല സമരിയാക്കാരൻ എന്ന് പറയുന്ന കർത്താവാണ്. കർത്താവ് വന്ന് ഇവനെ രക്ഷിച്ചിട്ട് സത്രത്തിലാക്കി. സത്രം എന്ന് പറയുന്ന സഭയാണ്. അവിടെ 2 നാണയം കൊടുത്തു. ചിലർ പറയുന്നത് പഴയ നിയമവും പുതിയ നിയമമാണെന്ന്, ചിലർ പറയുന്നത് വചനവും ആത്മാവുമാണെന്ന്. ഇനി ഞാൻ പോയിട്ട് പിന്നെയും തരാം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തരാമെന്ന് പറയുന്നു. ഞാൻ പിന്നെയും വരാമെന്ന് പറഞ്ഞ് പോകുന്നു. ഇത് സാൽവേഷനെ കുറിച്ച് പറയുന്നതെന്നാണ് ആൾക്കാർ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയാണ് കർത്താവ് പറഞ്ഞത്. അതിനകത്ത് ഒരൊറ്റ മെസ്സേജേ ഉള്ളൂ. ആ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്ക സമയത്ത് ഉപകാരപ്പെടുന്നവനാണ് അയൽക്കാരൻ അല്ലെങ്കിൽ കൂട്ടുകാരൻ. അത് മതത്തിലുള്ള ആളായിരിക്കണമെന്ന് നിർബന്ധമില്ല. ആരാണ് എൻ്റെ കൂട്ടുകാരൻ, അയൽക്കാരൻ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് കർത്താവ് ഉപമയിലൂടെ പറയുന്നത്. അതിന് അത്രയും അർത്ഥം മാത്രമേ എടുക്കാവുള്ളൂ. അതായത് ഏത് ബൈബിൾ വാക്യം കണ്ടാലും അതിനകത്ത് രക്ഷയുടെ അംശങ്ങൾ തിരികെ കയറ്റാൻ നമ്മൾ ശ്രമിക്കരുത്. രക്ഷയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന പാസേജസ് ഉണ്ട്. ബാക്കി എല്ലാത്തിനകത്തൊരു നിഴൽ പൊരുൾ ബന്ധമുണ്ട് എന്നുള്ളതല്ലാതെ അതിനെ ഇങ്ങനെ ആലങ്കാരികമായി വ്യാഖ്യാനിച്ച് വേറൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ സ്വർഗ്ഗരാജ്യം മണവാളിനെതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശം. അപ്പോൾ സ്വർഗ്ഗരാജ്യം ആരുടെ സദൃശമാണ്? 10 കന്യകമാരുടെ സദൃശമാണ്. അവരൊരു പണിക്ക് ഇറങ്ങുകയാണ്. എന്താണ് ആ പണി? മണവാളൻ വരുമ്പോൾ എതിരേൽക്കുക എന്നുള്ളതാണ് അവരുടെ പണി. അപ്പോൾ അവിടെ വലിയ സദ്യയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു എതിരേൽക്കാൻ വേണ്ടി 10 കന്യകമാർ പുറപ്പെടുകയാണ്. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തു.
അപ്പോൾ ഇവർ മണവാളനെ സ്വീകരിക്കാൻ വേണ്ടി വിളക്കുമായിട്ട് വരുന്ന കന്യകമാരാണ്. അപ്പോൾ ശരിക്കും മണവാളൻ ക്രിസ്തു ആണെങ്കിൽ മണവാട്ടിയെക്കുറിച്ച് പറയണം. അവിടെ മണവാട്ടി സഭയാണ് അല്ലേ, മണവാട്ടിയുടെ ഒരുക്കത്തെക്കുറിച്ചാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനെ സഭയെക്കുറിച്ചല്ല പറയുന്നത്. ക്രിസ്തുവിനെ സഭയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അന്ന് യഹൂദന്മാരുടെ നടക്കുന്ന ഒരു സാമാന്യമായ പ്രോസസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു മെസ്സേജ് സഭയ്ക്കുണ്ട്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ളൊരു മെസ്സേജുണ്ട്. പക്ഷേ ഇവിടെ കാണുന്ന മണവാളൻ ക്രിസ്തുവും അവിടെ എതിരേൽക്കാൻ നിന്ന, അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? യേശുക്രിസ്തു എന്ന മണവാളൻ വരുമ്പോൾ നമ്മൾ ആരായിരിക്കും? ഈ എതിരേൽക്കാൻ നിൽക്കുന്ന ആൾക്കാർ സൈഡിൽ നിൽക്കുന്ന കന്യകമാരായിരിക്കും. അതല്ല നമ്മുടെ കോളിങ്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാണ്. കർത്താവ് വരുമ്പോൾ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. വിളക്കിൽ എണ്ണ കാണണം. വചനം പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ. വചനം കാലുകൾക്ക് വിളക്കാണ്, പക്ഷെ അത് കത്തണം. എൻ്റെ ഉള്ളിൽ അത് ജീവനായി മാറണം, എൻ്റെ ജീവിതമായി മാറണം. ഞാൻ അങ്ങനെയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത്. അത് നമുക്ക് അതിനകത്ത് ലഭിക്കുന്നൊരു മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ യേശു കർത്താവ് വരുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ 24-ൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഒരുക്കമുള്ളവരായി, കെയർഫുള്ളായി, ശ്രദ്ധയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി നമ്മളെ കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു മണവാളൻ വരുമ്പോൾ, നമ്മൾ ഈ ഉപമയുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മണവാളൻ വരുമ്പോൾ ഒരുക്കമുള്ള കന്യകമാർ വിളക്കുമെടുത്ത് നിൽക്കുന്നത് പോലെ യേശു കർത്താവ് വരുമ്പോൾ ഒരുക്കമുള്ള നാം വിളക്കുമെടുത്ത് നിൽക്കുന്ന ആ കന്യകമാരെ പോലെ ഒരുക്കമുള്ള നാം കർത്താവിനെ സ്വീകരിക്കാൻ അതുപോലെ തന്നെ റെഡിയായിരിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് 2 പാരലൽ ഈവൻസിനെ എടുത്തിട്ട് അതിനകത്ത് ഒരു മെസ്സേജ് കോമൺലി കണക്ട് ചെയ്യുക. അതിനാണ് ഈ പാരബിൾ എന്ന് പറയുന്നത്. പാരബിൾ 2 സംഭവങ്ങൾ പറഞ്ഞാലും ആ 2 സംഭവങ്ങൾക്കകത്തും കമ്പയർ ചെയ്യാൻ ഒരൊറ്റ കാര്യം മാത്രമേ കാണുള്ളൂ. അത് പ്രിപ്പറേഷനാണ്. ആ പ്രിപ്പറേഷൻ എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടി 2 കാര്യങ്ങളെ സെപ്പറേറ്റഡ് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതാര് അതാര് എന്ന് ചോദിക്കരുത്. അല്ലെങ്കിൽ നല്ല ശമരിയക്കാരനെ ആരെ സൂചിപ്പിക്കുന്നു? ആരെയും സൂചിപ്പിക്കുന്നില്ല. നല്ല ശമരിയക്കാരനാണ് വന്നു, ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ച് പോയി. അതാണ് സൗഹൃദം, അതാണ് സ്നേഹം എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. യഹൂദനും സമരിയക്കാരനും തമ്മിൽ ശത്രുതയാണ്. ശത്രുതയുടെ നടുവിൽ പോലും യഹൂദനെ സഹായിക്കാൻ തയ്യാറായ അയാളാണ് ശരിക്കും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ സമരിയക്കാരനാര്, വീണ് കിടക്കുന്നവനാര്, വഴിയെ പോകുന്നവനാര്, വഴി എന്ത്, അവിടെ ചെല്ലുമ്പോൾ സത്രം എന്ന് പറഞ്ഞാൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഇങ്ങനെ ഒന്നിനെ സൂചിപ്പിക്കുന്നില്ല. ഒന്നും. ഇത് 2 ഉപമകളാണ്. ഉപമകളായിട്ട് കാണുക. നമ്മുടെ ഇല്ലസ്ട്രേഷൻ പറയാറില്ലേ പ്രസംഗത്തിൽ? പലപ്പോഴും കർത്താവ് ഒത്തിരി ഇല്ലസ്ട്രേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഇല്ലസ്ട്രേഷൻസിനകത്തെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതിനകത്ത് ഒരു ബേസിക് ലെസൺ പറയാൻ വേണ്ടിയാണ് ആ ഇല്ലസ്ട്രേഷൻ പറയുന്നത്. എന്നാൽ ചിലത് അങ്ങനെയല്ല. ചിലത് നമുക്ക് ഓരോന്നിനും അർത്ഥമുള്ളതുണ്ട്. അതിന് നമ്മൾ അലഗറി എന്നാണ് പറയുന്നത്. അലഗറി, ആലങ്കാരിക വ്യാഖ്യാനം, ആലങ്കാരികമായത്. അത് നമ്മൾ പിന്നീട് നമുക്കൊരു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ശരിക്കും ഒറ്റ മെസ്സേജാണ് പറയുന്നത്. തള്ളപ്പെട്ടു പോകാതെ നമ്മൾ വിശ്വസ്തരും വിശുദ്ധരുമായി മണവാളൻ്റെ കൂടെ എൻജോയ് ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം അവനിൽ നിന്നുള്ള ജീവൻ പ്രാപിച്ച് വചനം ജീവനായി നമ്മൾ ജീവിക്കുന്ന രീതിയിൽ കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം. അല്ലാതെ എത്ര PhD എടുത്തിട്ടും കാര്യമില്ല. ദൈവത്തിൻ്റെ വചനം എത്രമാത്രം നിങ്ങൾ വലിയ വിളക്ക്, ഭംഗിയുള്ള വിളക്ക് എടുത്തുകൊണ്ട് നടന്നാലും കുഴപ്പമില്ല. അത് തീ പിടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഒരുക്കമുള്ളവരല്ല, വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് യു നോ ദ ഡോക്ട്രിൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ പലവിധമായ വഞ്ചനകൾ നിറഞ്ഞ ലോകത്ത് കർത്താവ് വചനം ഞങ്ങൾക്ക് ജീവനായും വെളിച്ചമായും, കർത്താവെ അത് എപ്പോഴും ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന അത്ഭുതകരമായ ദൈവിക പരിജ്ഞാനമായി ഞങ്ങളിൽ അവിടെ നിന്ന് വെളിപ്പെടുത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നോ നാഥ. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നോ നാഥ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്.